ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. തേവലക്കര അരിനെല്ലൂർ കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറിക്കാണ് മന്ദിരം നിർമ്മിച്ചത്. ആദരവ്, ഫോട്ടോ അനാച്ഛാദനം, സമ്മാനദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. തേവലക്കര അരിനെല്ലൂർ കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറിയുടെ ഗ്രന്ഥശാല മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടത്തി. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP മന്ദിരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ ചില സാമൂഹ്യ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിലെല്ലാം അതിന് പ്രസക്തി ഉണ്ടാകും. നമ്മൾ ജാതി മതത്തിന്റെ പേരുള്ള സംഘടനകളെല്ലാം തന്നെ ചില പങ്ക് സാമൂഹ്യ ജീവിതത്തിൽ നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി എല്ലാത്തിനും അതൊരു അവസാന വാക്കായി പല തലങ്ങളിലും മാറുന്ന സാഹചര്യം നിർഭാഗ്യവശാൽ പലയിടങ്ങളിലും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർ വളരെ പ്രയാസത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പൊതു ഇടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വായനശാലയാണ് ഒരു നാട്ടിൽ ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെയാണ്, ഒരിക്കലും കെടാത്തൊരു വിളക്ക് പോലെയാണ് ഒരു വായനശാല എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രഭാപ്രസരത്തിലാണ് നേരത്തെയൊക്കെ ഗ്രന്ഥശാല പ്രസ്ഥാനം വലിയൊരു പങ്ക് വഹിച്ചു കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ, നവോത്ഥാനത്തിലൊക്കെ. പക്ഷെ ഇന്ന് നമുക്ക് പുതിയ രീതിയിൽ നവോത്ഥാന മുന്നേറ്റം സംഘടിപ്പിക്കേണ്ട ഒരു കാലമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറയുന്ന വാക്കുകൾ എടുക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നും വലിപ്പച്ചെറുപ്പങ്ങൾ, സ്ഥാനമാനങ്ങൾക്കെല്ലാം അപ്പുറത്ത് നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു ബോധമാണ് ശരിക്കും മാനവികത എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സംഘാടക സമിതി ചെയർമാൻ TA തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ BK ദിനദേവ് സ്വാഗതം പറഞ്ഞു. മുല്ലക്കര രത്നാകരൻ അനുസ്മരണം നിർവഹിച്ചു. ഭാസ്കരൻ ഒരു സഖാവ് മാത്രമായിരുന്നില്ല, ഈ നാട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും സഹകരിക്കുകയും സംവദിക്കുകയും പരിഹാരം കാണാൻ യത്നിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു സർഗചേതനയുള്ള ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വായനശാല ഉണ്ടാകുമ്പോൾ അതൊരു സാംസ്കാരിക സംവിധാനം കൂടിയാണ്. അതിന് അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ വായനശാലകളും മാതൃകാ വായനശാലകളല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും മാതൃകാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളല്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് മനുഷ്യർ മാതൃകാ മനുഷ്യരല്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് കുടുംബങ്ങൾ മാതൃകാ കുടുംബങ്ങളല്ല. അപ്പോൾ ചിലതെങ്കിലും മാതൃകയായി ഉണ്ടാവേണ്ടത് മറ്റുള്ളവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമായി ഉയർന്നു നിൽക്കും. ഡോക്ടർ സുജിത് വിജയൻപിള്ള ഫോട്ടോ അനാച്ഛാദനവും ഐഷിഹാബ് ലോഗോ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് അംഗം R അരുൺരാജ് ആദരവും നിർവഹിച്ചു. തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിൽ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M സലീം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, ഇപ്റ്റ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മണിലാൽ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് PB ശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയ്മോൻ അരിനെല്ലൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം സുമേഷ്, അഡ്വക്കേറ്റ് ബലദേവ്, കല്ലുംപുറത്ത് ഭാസ്കരൻ ലൈബ്രറി സെക്രട്ടറി ജയരാജ് കല്ലുംപുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.